എൻ്റെ ജീവിതം ഒരു നാടകമാണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലെ അവസാന രംഗമാണ്. ഇങ്ങനെ പറ്റത്തില്ലടാ. നാളെ തൊട്ട് പണിക്ക് പോവാ. വീട്ടിലൊന്നും ഒരു വരില്ല. ആ പട്ടി വരെ എന്നെ നോക്കി ചിരിക്കുവാടാ. ഓഹോ, നിന്നെ പട്ടി നോക്കി ചിരിച്ചെന്നാണോ നിന്റെ കുറവ്? എടാ, നാളെ തൊട്ട് നമുക്ക് പോകണ്ടടാ പണിക്ക്. നമുക്ക് വല്ല വായി നോക്കാനും പോവാ. എടാ, എന്റെ വീട്ടുകാര് പൊതുവെ പറയുന്നത് നിന്റെ കൂട്ടത്തിൽ ചേരില്ലെന്ന്. ഇവിടെ നീ ഞാൻ ഒന്ന് പിരിഞ്ഞിരുന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെടൂടാ. അങ്ങനെയൊക്കെയാ പറയുന്നത്. ആരാ പറഞ്ഞു? നിന്റെ അച്ഛനോ? ആ, പുള്ളി തന്നെ. പുള്ളി ഒന്ന് ഞാൻ കാണട്ടെ. നീ കാണും. പുള്ളിക്കാരൻ പറയുന്നത് തെറിക്കോ ഒരു തിരിവില്ല. ഞാൻ എന്റെ വീട്ടില് അവര് പറയുന്ന പോലെ ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇങ്ങനെ എത്ര നാള് ജീവിക്കാൻ? എടാ, എന്നെ കണ്ടുപഠിക്കും. ഇങ്ങനെ നമ്മൾ വീട്ടുകാരെയും പറ്റിച്ച് നാട്ടുകാരെയും അളിയാ, നമുക്കൊരു പടത്തിന് പോവാലോടാ. ഏത് സിനിമയ്ക്ക് പോകാനാടാ? ബാഹുബലി കാണാൻ പോവാം. അതൊക്കെ കണ്ടു മടുത്താടാ. ഓ ഡാ, ഇന്നലെ ഒരു സംഭവം ഉണ്ടാടാ. ഏത് സംഭവം? മറ്റേ ആ പെണ്ണില്ലേ? ഏത് പെണ്ണ്? ഓ, അളിയനെ അറിയാത്ത പോലെ. ഏതാത് പറയടാ. ഡാ, എന്റെ കൊച്ച് ആശ. ഏതാശ? എന്റെ കൊച്ച്. ഓ, അവളോ? ആ, അവളെന്നെ നോക്കി ചിരിച്ചടാ. നിന്നെ നോക്കി ആർക്കാണെങ്കിലും ചിരി വരും. ഓടാ, ഇത് അങ്ങനൊന്നുമല്ല. പിന്നെ എങ്ങനെയാണോ? ഇതാടാ പ്രേമം. അതെ അതെ അതെ. അവരെ കണ്ടില്ലേ? എന്ത് രസം. എനിക്കും ഇതുവരെ കൂട്ടുകാരുണ്ടായിരുന്നു. എടാ, ഇങ്ങോട്ട് വന്നേടാ. എന്നെയാണ്? എടാ, ഇങ്ങോട്ട് വരാൻ. എന്താടാ നിന്റെ പേര്? വിമൽ. എവിടെയാ നിന്റെ വീട്? അവിടെ. അവിടെയെന്ന് പറഞ്ഞ സ്ഥലത്തിന് പേരൊന്നും ഇല്ലേ? പറയടാ, നിനക്ക് നാക്കില്ലേ? സജു, നീ ചുമ്മാ ഇരിക്കടാ. നീ പൊക്കോടാ. നിനക്ക് വേറെ പണിയില്ലേ? നിന്നെ ഞാൻ എടുത്തോളാം. ദൈവമേ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ നടക്കും? അയ്യോ, ആണ്ട് വരുന്നു. എന്താടാ? ഒന്നുമില്ല. ഒന്ന് വാടാ. ഇയാളുടെ ഗുണ്ടയാണോ? അവരുടെ ജീവിതത്തോടെ നീ കൊതിയാകുന്നു. ഒന്ന് പുറകെ പോയി നോക്കിയാലോ? എന്ത് സന്തോഷത്തോടെ അവർ ഇരിക്കുന്നേ. എനിക്കും അവരുടെ കൂടെ കൂടാം. അവരോട് പോയി ചോദിക്കാം, അവരുടെ കൂടെ എന്നെയും കൂടെ കൂട്ടാവും. എന്താണെന്നറിയില്ല, അവരെ കണ്ടേ പിന്നെ എനിക്ക് കൊതിയാവുന്നു. അവരോട് പോയി ചോദിക്കാം, എന്നെയും കൂടെ കൂട്ടത്തിൽ കൂട്ടാവുന്നു.
മിണ്ടാണ്ട് നിൽക്കുന്നു. പോയി ചോദിക്കാം അല്ലേ? അവർ സമ്മതിക്കുമോ? എന്തായാലും ചോദിക്കാം. ചേട്ടാ, എന്താ? ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്ത് കാര്യം? ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരല്ലേ? പക്ഷെ എൻ്റെ കാര്യം അങ്ങനല്ല. എനിക്കാരും കൂട്ടുകാരായില്ല. എന്നെ ആരും കൂട്ടത്തിൽ കൂട്ടുകയേ ഇല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും കൂട്ടാവോ? ഒന്ന് പോടാ അവന്റെ ഒരു കാര്യം. നിന്നെ ഇനി ഇവിടെ എങ്ങാനും കണ്ടാ ഈ ലോകത്ത് ഞാൻ തനിച്ചാണ്. എനിക്ക് കൂട്ടുകാരും ആരുമില്ല. എനിക്കെന്താ കുഴപ്പം? എന്നോടെന്താ ആരും മിണ്ടാത്ത? ഇനിയും ഈ ലോകത്ത് ഇങ്ങനെ തനിച്ച് ജീവിക്കാൻ എനിക്കാവില്ല. ഇത് എൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷം. ഇനി എനിക്ക് ആരോടും യാത്ര പറയാനില്ല. നീ എന്താ മരിക്കാൻ പോവാ? ഇത്രയും ചെറിയ നിന്റെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി ഇത്രയും വലിയൊരു തീരുമാനമാണോ നീ എടുക്കുന്നത്? നീ ഇനി ഞങ്ങളുടെ കൂടെയാ. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷമെന്ന് ഞാൻ കരുതിയത്